രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര തുടങ്ങിയതോടെ വീണ്ടും സജീവമാകുന്നു ആഡംബര ബസ് ചർച്ച. അന്ന് നവകേരള ബസിനെ കളിയാക്കിയവർ ഇവിടെ ജോഡോ ബസിനെ ന്യായീകരിച്ച് രംഗത്തെത്തി. പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണ് ബസ് നിർമ്മിച്ചത് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. നാട്ടിൽ പെൻഷൻ കിട്ടാതെ ആളുകൾ പിച്ച തെണ്ടുകയാണ്. അപ്പോഴാണ് കോടിക്കണക്കിന് രൂപ ഖജനാവിൽ ചെലവഴിച്ചുകൊണ്ട് ആഡംബര ബസ്സിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പരിവാരങ്ങളും സഞ്ചരിക്കാൻ പോകുന്നത്. എന്തിയേ അന്ന് കളിയാക്കിയവരൊക്കെ എന്തിയേ? ഇതാണ് ഇപ്പോൾ LDF ചോദിക്കുന്നത്. ആഡംബരമാണ്, ലിഫ്റ്റുണ്ട്, അറ്റാച്ച്ഡ് ശുചിമുറിയുണ്ട്, കോൺഫറൻസ് മുറിയുണ്ട്, ഭയങ്കര സുരക്ഷയാണ്, കറങ്ങുന്ന കസേരയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അണികളുടെയും സംസ്ഥാന നേതാക്കളുടെയും ആശയം ഉൾക്കൊണ്ടാണോ കോൺഗ്രസ് അതേപടി സ്വന്തം ബസ്സിൽ ഇത് പരീക്ഷിച്ചതെന്ന സംശയം ഇടതുപക്ഷത്തിനുണ്ട്. നവകേരള ബസ്സല്ല, ഇത് ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ വോൾവോ ബസ്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അത്യാധുനിക സൗകര്യങ്ങൾ തന്നെയാണ് ബസ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ദുഷ്കരമായ വഴികൾ പിന്നിട്ട് ബോംബെ വരെ 6718 കിലോമീറ്റർ സഞ്ചരിക്കാൻ അറ്റാച്ച്ഡ് ശുചിമുറി, ആളുകളുമായി സംവദിക്കാൻ ഹൈഡ്രോളിക് ലിഫ്റ്റ്, കൂറ്റൻ സ്പീക്കറുകൾ, LED സ്ക്രീനുകൾ, കോൺഫറൻസ് മുറി, PR സംവിധാനം, അങ്ങനെ വേണ്ടതല്ല. കേരളത്തിലെത്തിയാൽ അടിമുടി ആൾട്രേഷൻ വരുത്തിയെന്ന കുറ്റത്തിന് നമ്മുടെ MVD ആദ്യ ദിവസം തന്നെ എടുത്ത് അകത്തിടുമോ എന്നും സംശയിക്കണം. ഇതിനകത്ത് 5000-6000 പേർക്ക് ഇരിക്കാവുന്നൊരു പബ്ലിക് സിസ്റ്റം ഉണ്ട്. അവിടെ പ്രസംഗിക്കാൻ വെച്ചതാണ്. അദ്ദേഹം MP രാജേഷിനെ അറിയാം, രാഹുൽ ഗാന്ധിയെ. അദ്ദേഹം ഒന്ന് നോക്കട്ടെ ഈ ലിഫ്റ്റ്. ഇത് സാധാരണക്കാരന്റെ ഖജനാവിൽ നിന്നുള്ള പൈസ എടുത്തിട്ടുണ്ടാക്കുന്നതല്ല ഇത്. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരിയല്ല ഭാരത് ജോഡോ ബസ് നിർമ്മിച്ചതെന്ന വാദം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബസ്സിനകത്ത് മാത്രം ഇരുന്ന് കൈവീശി കാണിക്കാതെ ആളുകളുമായി നേരിട്ട് ഇടപഴകി ആലിംഗനം ചെയ്താണ് രാഹുൽ മുന്നേറുന്നത്. ഭാരത് ജോഡോ യാത്രയിൽ നിന്ന് ക്യാമറാമാൻ വൈശാഖ് ജയപാലിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.